അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ കൂടി നമ്മൾ ബോധ്യപ്പെടേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ നേതാവിൻ്റെ പേരുകൾ മനസ്സിലാക്കുക എന്നത്. ഞാൻ ഇന്ന ഒരാളുടെ പിൻഗാമിയാണെന്ന് പറയുമ്പോൾ ആരാണ് നിന്റെ നേതാവ് എന്ന് ചോദിക്കുന്ന സമയത്ത് വ്യക്തമായി ഇന്ന ഇന്ന പേരുകളും ഇന്ന ഇന്ന സ്ഥാനങ്ങളുമുള്ള ആളാണ് എന്ന് പറയണമെങ്കിൽ നമ്മുടെ നേതാവിനെ കുറിച്ച് നമുക്ക് പരിചയമുണ്ടാവണം. ഒരു പക്ഷേ നമ്മളിൽ എല്ലാവർക്കും പരിചയമുള്ള ഒരു പേരാണ് മുഹമ്മദ്. എന്നാൽ എങ്ങനെയാണ് അത് ഉച്ചരിക്കേണ്ടത് എന്നും എന്താണ് ആ മുഹമ്മദ് എന്ന വാക്കിൻ്റെ അർത്ഥമെന്നും വിശുദ്ധ ഖുർആനിൽ എത്ര തവണയാണ് ആ പേര് പരാമർശിക്കപ്പെട്ടത് എന്നും ആ മുഹമ്മദ് എന്ന പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെച്ചുകൊടുത്തത് ആരാണെന്നും ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഈ ഒരൊറ്റ പേരിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ വിശുദ്ധ ഖുർആനും ഹദീസും പരിശോധിക്കുമ്പോൾ നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 10ഓളം പേരുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. സ്ഥാനങ്ങൾ അതിലേറെയുണ്ട്. പേര് മാത്രം നോക്കിക്കഴിഞ്ഞാൽ 10 പേരുകളുണ്ട്. ആ പേരുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഇന്നത്തെ ഖുതുബയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പറയുകയാണ്, ലീ ഖംസതു അസ്മാഇൻ, എനിക്ക് 5 പേരുകളുണ്ട്. ഒരു ഹദീസിൽ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എനിക്ക് 5 പേരുകളുണ്ട്. അതിൽ ഒന്നാമത്തത് അന മുഹമ്മദ്. അന മുഹമ്മദ്, ഞാൻ മുഹമ്മദ് ആകുന്നു. ആ വാക്ക് വരെ പ്രിയപ്പെട്ടവരെ ഗൗരവപ്പെട്ട വിഷയമാണ്. മുഹമ്മദ് എന്ന പ്രയോഗം, മുഹമ്മദ് എന്ന് പറയുന്നവരുണ്ട്, ഹ എന്ന ഉച്ചരിക്കുന്ന ആളുകൾ. ആ വാക്കും അർത്ഥവും എല്ലാം തെറ്റാണ്. ഹ എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങൾ പരിശോധിക്കുമ്പോഴെല്ലാം നമുക്ക് മനസ്സിലാക്കുന്നത് മുഹമ്മദ്, ഹംദ് എന്ന പ്രയോഗം. ഹംദ് എന്ന് പറഞ്ഞാൽ സ്തുതി എന്നാണ്. മുഹമ്മദ് എന്ന വാക്കിൻ്റെ അർത്ഥം സ്തുതിക്കപ്പെട്ടവൻ, വാഴ്ത്തപ്പെട്ടവൻ, പുകഴ്ത്തപ്പെട്ടവൻ എന്നൊക്കെയാണ്. വിശുദ്ധ ഖുർആനിൽ 4 തവണയാണ് മുഹമ്മദ് എന്ന പേര് നേർക്ക് നേരെ വന്നിട്ടുള്ളത്. ഒരു പക്ഷേ മറ്റു പ്രവാചകന്മാരുടെ പേരുകൾ പരിശോധിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൻ്റെ എണ്ണത്തേക്കാൾ പേര് പറഞ്ഞവരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്ര പോലും പേര് പറയപ്പെടാത്തവരുമുണ്ട്. പേര് കൂടുതൽ പറഞ്ഞു എന്നുള്ളതോ കുറവ് പറഞ്ഞു എന്നുള്ളതോ സ്ഥാനത്തിൻ്റെ കുറവാകൂല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് 4 തവണ മുഹമ്മദ് എന്ന് തന്നെ വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടു. അതുപോലെ തന്നെ ഈ ഒരു പേര് ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇട്ടുകൊടുത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്ന സമയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവായ അബ്ദുള്ള ഈ ലോകത്തില്ല. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്തപ്പെട്ട സമയത്ത് തന്നെ അബ്ദുള്ള മരണപ്പെട്ടിട്ടുണ്ട്. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിക്കപ്പെട്ടതിന് ശേഷം 7-ാം തീയതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചിട്ട് 7-ന്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്യപ്പയായ അബ്ദുൽ മുത്തലിബാണ് മുഹമ്മദ് എന്ന പേരിടുന്നത്. ഒരു പക്ഷേ അറബികളുടെ സംസ്കാരം നോക്കിക്കഴിഞ്ഞാൽ ഖുറൈശി തറവാട്ടിൽപ്പെട്ട ഉന്നത കുലജാതനായിട്ടുള്ള അങ്ങേയറ്റത്തെ തറവാടിത്തമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇട്ട ഈ ഒരു പേര് ചരിത്രത്തിൽ നമ്മൾ പരിശോധിച്ചാൽ വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ മുഹമ്മദ് എന്ന പേര് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അബ്ദുൽ മുത്തലിബിനോട് ചോദിക്കപ്പെട്ടു, എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേരമകന് മുഹമ്മദ് എന്ന പേരിട്ടത്? അതിന് അബ്ദുൽ മുത്തലിബ് പറയുന്ന ഒരു വാചകമുണ്ട്. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ വാഴ്ത്തപ്പെട്ടവൻ എന്നാണ്. എൻ്റെ ഈ മകൻ ഭൂമിയിലും ആകാശങ്ങളിലുമെല്ലാം വാഴ്ത്തപ്പെട്ടവനാവണം എന്ന ആഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പേരിട്ടത്. ചില ചരിത്രകാരന്മാർ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു തആല തന്നെയാണ് അബ്ദുൽ മുത്തലിബിൻ്റെ മനസ്സിലേക്ക് അത് ഇട്ടുകൊടുക്കുന്നതും അബ്ദുൽ മുത്തലിബ് തൻ്റെ പേരമകനെ മുഹമ്മദ് എന്ന പേര് വിളിക്കുകയും ചെയ്യുന്നത്. ഈ ഒരു വാചകത്തിൽ നമ്മൾ മനസ്സിലാക്കണം, മുഹമ്മദ് എന്ന പേരിന് അന്വർത്ഥമാകുന്ന ജീവിതമാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം?
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് ശേഷം മുഹമ്മദ് എന്ന പേര് എത്രത്തോളം വാഴ്ത്തപ്പെട്ടു എന്നുള്ളത് ഇതൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്തുതിക്കപ്പെട്ടവനായതുകൊണ്ട് വാഴ്ത്തപ്പെട്ടവനാണ് എന്ന് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും എല്ലാ ആളുകളാലും അംഗീകരിക്കപ്പെട്ട വ്യക്തിത്വമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ പ്രവാചകന്റെ ശത്രുക്കൾക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെക്കുറിച്ചോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ മഹിമകളെ കുറിച്ചോ ഒരു എതിർപ്പുണ്ടായിട്ടില്ല. ഒരു വാക്കുകൊണ്ട് പോലും അവർ എന്തേ മുഹമ്മദേ നീ ഇങ്ങനെയായതെന്ന് പറഞ്ഞിട്ടില്ല. അവർക്കൊക്കെ പറയാനുണ്ടായിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ആദർശത്തിന്റെ വിഷയത്തിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഴ്ത്തപ്പെട്ടവനായി. അത് ആ കാലഘട്ടത്തിൽ മാത്രമല്ല, ഈ ഒരു സമയത്ത് പോലും, ഈ ഖുതുബ തുടങ്ങുന്നതിന്റെ മുമ്പ് പോലും ആകാശങ്ങളിലേക്ക് ഉയർത്തപ്പെട്ട വാക്കുകളിൽ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അത് കേവലം ഈ ഒരു പള്ളിയുടെ വിഷയത്തിൽ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഏതെല്ലാം ഉച്ചഭാഷണികളിലൂടെയും അല്ലാതെയും ഈ പേര് പരാമർശിക്കപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം മുഹമ്മദ് മുഹമ്മദ്, വാഴ്ത്തപ്പെട്ടവൻ, സ്തുതിക്കപ്പെട്ടവൻ എന്ന പേരാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒന്നാമത്തെ പേരെങ്കിൽ രണ്ടാമത്തെ പേരാണ് അഹ്മദ് എന്ന ഒരു പേര്. മുഹമ്മദും അഹ്മദും വിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അഹ്മദ് എന്ന പേര് ഒരു തവണ വന്നിട്ടുണ്ട്. അത് പറഞ്ഞതാകട്ടെ മഹാനായ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാമാണ്. ഈസാ നബി അലൈഹിസ്സലാമാണ് ആ വാക്ക് പറയുന്നത്. ഈസാ നബി അലൈഹിസ്സലാം തൻ്റെ ജനങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തിയത് മുഹമ്മദ് എന്ന പേര് പറഞ്ഞിട്ടല്ല, അഹ്മദ് എന്ന പേര് പറഞ്ഞിട്ടാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു സഫിലെ 6-ാമത്തെ ആയത്ത്, ആ ആയത്തിൽ അല്ലാഹു പറയുന്നു വഇദ് ഖാല ഈസ ഇബ്നു മറിയം യാ ബനീ ഇസ്രായീൽ ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്ത് വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. ആ വാക്കാണ് വരുന്നത്. എന്താണ് ഈ വാചകത്തിലൂടെ അല്ലാഹു പറയുന്നത്? വഇദ് ഖാല ഈസ ഇബ്നു മറിയം, ഈസ ഇബ്നു മറിയം അഥവാ മറിയമിന്റെ മകനായ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം, അദ്ദേഹം തന്റെ ജനങ്ങളെ വിളിച്ചു കൂട്ടുകയാണ്. എന്നിട്ട് അവരോട് പറയുന്നു യാ ബനി ഇസ്രായീൽ, അല്ലയോ ഇസ്രായേൽ സന്തതികളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, തീർച്ചയായും ഞാൻ നിങ്ങളിലേക്കുള്ള ഒരു പ്രവാചകനാണ്, അല്ലാഹു നിയോഗിച്ച ഒരു പ്രവാചകനാണ് ഞാൻ. മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്ത്, തൗറാത്തുമായി കൊണ്ട് തൗറാത്തിനെ സത്യപ്പെടുത്തുന്ന, അഥവാ അവർക്ക് തൊട്ട് മുമ്പ് വന്നത് ഈസാ നബി അലൈഹിസ്സലാമക്ക് മുമ്പ് വന്ന വേദഗ്രന്ഥമാണ് തൗറാത്ത്. ആ തൗറാത്തിനെ സത്യപ്പെടുത്തുന്നവനായിക്കൊണ്ടും വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, എനിക്ക് ശേഷം കടന്നു വരാനുള്ള ഒരു പ്രവാചകനെ നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ടുമാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്നിട്ട് പറയാണ് ഇസ്മുഹു അഹ്മദ്, അദ്ദേഹത്തിന്റെ പേര് അഹ്മദ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നലി ഖംസത്തു അസ്മാ, എനിക്ക് 5 പേരുകളുണ്ട്, അന മുഹമ്മദ് അന അഹ്മദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായിട്ട് പറഞ്ഞു. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ വാഴ്ത്തപ്പെട്ടവൻ എന്നാണെങ്കിൽ അഹ്മദ് എന്ന് പറയുമ്പോഴും അതേ പ്രയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, വാഴ്ത്തലും സ്തുതിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാമത്തെ പേര്. മൂന്നാമത്തെ പേര് അൽ മാഹി എന്ന് പറയുന്ന ഒരു പേര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് വ അനൽ മാഹി അല്ലദി യംഹുല്ലാഹു ബിൽ കുഫർ, ഞാൻ മാഹിയാണ്. മാഹി എന്ന് പറഞ്ഞാൽ മായ്ക്കുന്നവൻ, എല്ലാം മായ്ച്ചു കളയുന്നവൻ. എങ്ങനെ മായ്ച്ചു കളയുക? തുടച്ചു നീക്കുന്നത്. എല്ലാ ശിർക്കൻ വിശ്വാസങ്ങളും എല്ലാ കുഫ്രൻ ചിന്താഗതികളും എല്ലാം തുടച്ചു നീക്കുന്നവനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പുള്ള അറേബ്യയെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കണം. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഈ മിമ്പറിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം വിശദീകരിച്ചിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് സൗദി അറേബ്യയിലേക്ക്, ഇന്നത്തെ മക്കയിലേക്ക് തൻ്റെ മകനെയും കൂട്ടിക്കൊണ്ട് തൻ്റെ ഭാര്യയെയും കൂട്ടിക്കൊണ്ട് കടന്നു വന്നതെങ്കിൽ പിന്നീട് അവർ കഅബ നിർമ്മിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചു പോന്നു.
ആ കഅബയുടെ ഭാഗത്തുണ്ടായിരുന്നത് ഇസ്മായിൽ നബി അലൈഹി സ്വലാമായിരുന്നു, ഹാജറ ബീവിയായിരുന്നു. പിന്നീട് അങ്ങോട്ട് കടന്നു വന്നു ഖുസാ എന്ന് പറയുന്ന ഒരു ഗോത്രം. ആ ഗോത്രം വന്നിട്ട് മഹദിയായ ഹാജറ ബീവിനോട് സമ്മതം ചോദിക്കണം, ഞങ്ങൾ ഇവിടെ താമസിച്ചു കൊള്ളട്ടെ. സമ്മതം കൊടുത്തു. അവർ ജീവിക്കാൻ തുടങ്ങി. ഇസ്മായിൽ നബി അലൈഹി സ്വലാം വളർന്നു. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, അദ്ദേഹമുള്ള സമയത്തെല്ലാം ആ മക്കയുടെ അധികാരവും സ്ഥാനവും എല്ലാം ഇസ്മായിൽ നബി അലൈഹി സ്വലാമക്കായിരുന്നു. പക്ഷേ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ കാലം കഴിഞ്ഞു. കുറച്ചുകൂടി കാലം പിന്നിട്ടപ്പോൾ അവിടേക്ക് കടന്നു വന്ന ഖുസാ എന്ന് പറയുന്ന ഗോത്രത്തിൻ്റെ ആള് അവരവിടെ അധികാരം സ്ഥാപിക്കാൻ തുടങ്ങി. അവരവിടെ നേതൃത്വത്തിലേക്ക് കടന്നു വന്നു. നമ്മൾ ഇന്ന് കാണുന്ന മക്കയെ പോലെയല്ല അന്ന്. അവിടേക്ക് കടന്നു വന്നു എന്ന് മാത്രമല്ല, അവരിൽ തന്നെ ഒരു മനുഷ്യൻ പിന്നീട് ചരിത്രത്തിൽ അംർ ഇബ്നു ലുഹയ്യ അൽ ഖുസാഇ എന്ന് പറയുന്ന ഏറ്റവും വൃത്തികെട്ട ഒരു മനുഷ്യൻ ചരിത്രത്തിൽ ആ ഖുസാ ഗോത്രത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അയാൾ ഇത്രയേറെ മോശപ്പെടാനുള്ള കാരണം കൂടി കേട്ടോ. ഈ ഖുസാ ഗോത്രത്തിൽ നല്ല ഒരാളായിട്ടാണ് ഈ അംർ ഇബ്നു ലുഹയ്യ അറിയപ്പെട്ടത്. ഒരുപാട് ആളുകൾക്ക് ധർമ്മം ചെയ്യുന്നു, എല്ലാ ആരാധനാകർമ്മങ്ങളിലും വളരെ സജീവതയുള്ള ആള്, അങ്ങനെ എല്ലാ അർത്ഥത്തിലുണ്ടായിരുന്നു. പക്ഷേ അയാൾ ഒരിക്കൽ ഷാമിലേക്ക് യാത്ര പോവുകയാണ്. തൻ്റെ കച്ചവടാവശ്യാർത്ഥം ഷാം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ ഓരോ ബിംബങ്ങളെ വെച്ചുകൊണ്ട് ഇങ്ങനെ ആരാധന നടത്തുന്നുണ്ട്. ഇയാൾക്ക് അത്ഭുതം തോന്നി. കാരണം അതുവരെ കഅബ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബിംബം പോലുമില്ല. അതുകൊണ്ട് തന്നെ അവർക്കാർക്കും തന്നെ വിഗ്രഹാരാധനയോ ബിംബാരാധനയോ പരിചയവുമില്ല. ഈ അംർ ഇബ്നു ലുഹയ്യ ഷാമിലേക്ക് പോയിട്ട് ഷാമിൽ വെച്ചുകൊണ്ട് കാണുകയാണ്. ഷാം എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചുകൊണ്ട് കാണുകയാണ് ആളുകൾ ഇങ്ങനെ വിഗ്രഹാരാധന നടത്തുന്നതായിട്ട്. അത് കണ്ടപ്പോൾ അയാൾക്ക് തോന്നുകയാണ് അത് കുഴപ്പമില്ല, ഒരു നല്ല കാര്യം. പൊതുവേ നമ്മുടെ നാട്ടിൽ അങ്ങനെ വരാം, നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ടാ പലതും ചെയ്യാം. കുറച്ചുകൂടി ഒരു അറ്റൻഷൻ കിട്ടും, ഒരു ശ്രദ്ധ കിട്ടും. അയാൾ അവിടുന്ന് വരുന്ന സമയത്ത് അവരോട് അന്വേഷിച്ചിട്ട് നല്ല ഒരു വിഗ്രഹത്തെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഹുബൽ എന്ന് പറയുന്ന ഒരു വിഗ്രഹവുമായിട്ടാണ് മക്കയിലേക്ക് വരുന്നത്. ഹുബൽ എന്ന് പറയുന്ന ഒരു വിഗ്രഹം അത് കൊണ്ടുവന്ന അയാൾ മക്കയിൽ കഅബയുടെ ഭാഗത്ത് വെച്ചു. ആളുകളോട് പറഞ്ഞു, ഇത് ഞാൻ കണ്ട നല്ല ഒരു കാഴ്ചയാണ്, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അവരോട് പറഞ്ഞാൽ മതി, ഇത് നല്ല കാര്യമാണ്, അല്ലാഹുവിലേക്ക് അടുപ്പിക്കാനുള്ള കാര്യങ്ങളാണ്. ഒരിക്കലും ഹുബൽ ദൈവമാണെന്ന് അവർ വിശ്വസിച്ചിട്ടില്ല. ഞങ്ങൾക്ക് വായു നൽകുന്നത്, വെള്ളം നൽകുന്നത്, ജീവൻ നൽകുന്നത് ഈ ഹുബൽ എന്ന് പറയുന്ന വിഗ്രഹമാണ് എന്നവർ വിശ്വസിച്ചിട്ടില്ല. പക്ഷെ എല്ലാവർക്കും ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ അംർ ഇബ്നു ലുഹയ്യ അൽ ഖുസാഇ എന്ന് പറയുന്ന മനുഷ്യൻ ഈ വിഗ്രഹവുമായിട്ട് കടന്നു വന്നത്. പിന്നീട് ഓരോ തവണയും യാത്ര പോകുന്ന സമയത്ത് ഇയാളും ഇയാളെപ്പോലുള്ളവരും വ്യത്യസ്തമായ ബിംബങ്ങളെ കൊണ്ടുവന്നുകൊണ്ടേയിരുന്നു. നിങ്ങൾക്കറിയുമോ, നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്ന സമയത്ത് കഅബത്തിന്റെ പരിസരത്ത്, കഅബത്തിന്റെ ചുറ്റുമായിട്ട് 300-ൽ പരം ബിംബങ്ങൾ ഉണ്ടായിരുന്നു. 300-ലധികം ബിംബങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതെല്ലാം തുടച്ചു നീക്കിയത് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടല്ല. ആദ്യം അവരുടെ മനസ്സിലുള്ള വിഗ്രഹങ്ങൾ തച്ചുടച്ചു. അവരുടെ മനസ്സിലേക്ക് തൗഹീദിന്റെ വെള്ളി വെളിച്ചം ഇട്ടുകൊടുത്തു. അവരുടെ മനസ്സിലേക്ക് ശിർക്കൻ വിശ്വാസങ്ങൾ പൂർണ്ണമായി കൊണ്ട് മാറ്റി. ആ വിശ്വാസങ്ങൾ പൂർണ്ണമായി മാറ്റിയതിൻ്റെ ഒരു അടയാളം തന്നെ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ കാലഘട്ടത്തിൽ ഖബർ സിയാറത്ത് വിരോധിച്ചിരുന്നു. നഹാ അൻകും അൻ സിയാറത്തുൽ ഖുബൂർ ഫസൂറുഹാ ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ആദ്യ കാലഘട്ടത്തിൽ ഖബർ സിയാറത്ത് പാടില്ലായിരുന്നു. പക്ഷേ പിന്നീട് തൗഹീദ് മനസ്സിലായപ്പോൾ, തൗഹീദും ശിർക്കും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായപ്പോൾ പറഞ്ഞു, ഫസൂറുഹാ, നിങ്ങൾ സന്ദർശിച്ചോളി, നിങ്ങൾ ഖബർ സിയാറത്ത് നടത്തിക്കോ, ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത്ത്, അത് നിങ്ങൾക്ക് മരണത്തെ ഓർമ്മപ്പെടുത്തി തരും. പക്ഷേ ഇന്ന് പലപ്പോഴും ഖബർ സിയാറത്ത് നടത്തുന്നവരൊന്നും മരണത്തെ ഓർമ്മിക്കാൻ വേണ്ടിയല്ല ജാറങ്ങളിലേക്ക് പോകാറുള്ളത്. മറിച്ച് തൻ്റെ ജീവിതം, തൻ്റെ ആഗ്രഹ സഫലീകരണം, തൻ്റെ ഇന്നാലിന്ന കാര്യങ്ങൾ നിർവഹിക്കണമെങ്കിൽ ഈ ഉപ്പാപ്പയെ കൊണ്ടേ സാധിക്കൂ, അല്ലെങ്കിൽ ഇന്ന ഉമ്മാമയെ കൊണ്ടേ സാധിക്കൂ, ഇന്ന വലിയനെ കൊണ്ടേ സാധിക്കൂ എന്ന ചിന്താഗതികളിലേക്ക് അവരെത്തി. ഈ ഖൗമിൻ്റെ അവസ്ഥയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുമ്പോൾ അപ്പോൾ എന്തായിരിക്കും ആ സമൂഹത്തിൻ്റെ അവസ്ഥ?
അവിടേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു നിയമം കൊണ്ടുവരില്ല ചെയ്തത്, അവരുടെ മനസ്സിൽ നിന്ന് മാറ്റിക്കൊടുത്തു. അവിടെ നിൽക്കാൻ സാധിക്കാത്തൊരവസ്ഥ വന്നപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. പിന്നെ അവിടെ നിന്ന് മക്ക വിജയത്തിന്റെ സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബത്തിന്റെ അടുത്തുണ്ടായിരുന്ന എല്ലാ വിഗ്രഹങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു വടി കൊണ്ട് അടിച്ചു പൊട്ടിച്ചു. ആരും എതിർക്കാൻ വന്നില്ല. കാരണം അവർക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അവർ വിശ്വസിക്കുന്ന വിശ്വാസം തെറ്റാണെന്ന്. അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും അത് കഅബത്തിന്റെ പരിസരത്ത് മാത്രമല്ല, ത്വായിഫിലുണ്ടായിരുന്ന ബിംബം തച്ചു തകർക്കപ്പെട്ടിട്ടുണ്ട്, മറ്റുള്ള പല പ്രദേശങ്ങളിലും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത് അൽ മാഹി അല്ലദീ യംഹുല്ലാഹു ബിൽ കുഫർ, കുഫ്റിനെ, നിഷേധത്തെ, ശിർക്കിനെ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. എല്ലാം മായ്ച്ചു കളഞ്ഞു. അന്നത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തു. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മുന്നിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനും ഹദീസും. അതിലെവിടെയും ശിർക്കും വിശ്വാസം ഉണ്ടാവില്ല, അതിലെവിടെയും തൗഹീദിന് വിരുദ്ധമായ കാര്യം ഉണ്ടാവില്ല. പക്ഷേ ആ ഖുർആനിലില്ലാത്ത, ഹദീസിലില്ലാത്ത പല കാര്യങ്ങളും പലരും ചെയ്യുമ്പോൾ മെല്ലെ മെല്ലെ ശിർക്കൻ വിശ്വാസങ്ങളിലേക്ക് പലരും എത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരർത്ഥത്തിൽ അൽ മാഹി എന്ന് പറയുന്ന പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വയം സ്വീകരിച്ചു. നാലാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് വ അനൽ ഹാശിർ, ഞാൻ ഹാശിറാണ്. ഹാശിർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടുന്നവൻ. അല്ലദീ യുഹ്ശറുൻ നാസു അലാ ഖദമി, നാളെ പരലോകത്ത് എല്ലാ ജനങ്ങളും എൻ്റെ മുന്നിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചോനായതുകൊണ്ടല്ല, മറിച്ച് നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് നാളെ പരലോകത്ത് നടക്കുന്ന വലിയ ഒരു സംഭവത്തെക്കുറിച്ച്. എല്ലാവരും കാലങ്ങളോളം ആ മഹ്ശറിൽ നിൽക്കുന്ന സമയം ആളുകൾ എല്ലാവരും കൂടി ആദ്യ പിതാവായ ആദ്യത്തെ നബിയായിട്ടുള്ള ആദം നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കിലേക്ക് ചെല്ലും. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കിലേക്ക് ചെന്നിട്ട് എത്രയും പെട്ടെന്നൊന്ന് വേഗം വിചാരണ നടത്തണമെന്ന് പറയും. അതിനുള്ള വഴി അള്ളാഹിനോട് ചോദിക്കാൻ വേണ്ടി പറയും. ആദം നബി അലൈഹി ഇസ്ലാം റെഡിയാവൂല. ഞാൻ ചരിത്രം കൂടുതൽ വിശദീകരിക്കുന്നില്ല. ആദ്യ റസൂലായിട്ടുള്ള നൂഹ് നബിന്റെ അടുക്കിലേക്ക് ചെല്ലും, അദ്ദേഹം സന്നദ്ധനാകൂല. അബുൽ അംബിയ, അംബിയാക്കന്മാരുടെ പിതാവെന്ന പേരിൽ അറിയപ്പെടുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കിലേക്ക് ചെല്ലും, അദ്ദേഹം ഒഴിവാകും. കലീമുള്ള മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കിലേക്ക് ചെല്ലും. റൂഹുള്ള ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കിലേക്ക് ചെല്ലും. എല്ലാവരും ഒഴിവാകും. എല്ലാ പ്രവാചകന്മാരും കൈമലർത്തും. പക്ഷേ അവിടെ വെച്ചുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽക്കും, അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യും. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കും, യാ മുഹമ്മദ് ഇർഫഅ റഅസക, മുഹമ്മദ് തല ഉയർത്ത്, സൽ, നീ ചോദിച്ചോ, ഞാൻ നിനക്ക് ഉത്തരം തരാം. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ചോദ്യങ്ങൾ ചോദിക്കും. ഈ ഒരു സംഭവത്തെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അൽ ഹാഷിർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാഷിറാണ്, ഒരുമിച്ച് കൂട്ടുന്നവനാണ്. എല്ലാ ജനങ്ങളും നബിയുടെ മുന്നിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടും. അത് ആദം നബി അലൈഹിസ്സലാം മുതൽ ഇനി ഏറ്റവും അവസാനം മരിക്കുന്ന ജനിക്കുന്ന വ്യക്തി ആരാണോ അവർ വരെ എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് വരും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഒരു പേര് കൂടിയുണ്ട്. അഞ്ചാമത്തെ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹദീസിൽ പറയുന്നുണ്ട്, അനൽ ആഖിബ്, ഞാൻ ആഖിബാണ്, ഞാൻ ആഖിബാണ്, അവസാനത്തവൻ. ലാ നബിയ്യ ബഅദി, എനിക്ക് ശേഷം പ്രവാചകന്മാരില്ല. നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ വ്യക്തമായി പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് മാത്രം വിശ്വസിച്ചാൽ പോരാ, അള്ളാഹുവിന്റെ അവസാനത്തെ ദൂതനാണ് എന്നുകൂടി പറയണം. കാരണം അതിനുശേഷം പലരും പ്രവാചകത്വവുമായിട്ട് കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഖിബാണ്, അവസാനത്തെ പ്രവാചകനാണ്. ആറാമത്തേത് മുഖഫി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു പേരാണ് മുഖഫി. ഈ ആഖിബ് എന്ന് പറയുന്നതിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ ഈ ഒരു പേരും എണ്ണിയിട്ടുള്ളത്. ഏഴാമത്തെ പേരാണ് നബിയുർ റഹ്മ, കാരുണ്യത്തിന്റെ പ്രവാചകൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിന്റെ പ്രവാചകനാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മതൽ ലിൽ ആലമീൻ, പ്രവാചകരെ താങ്കളെ കാരുണ്യമായി കൊണ്ടല്ലാതെ നാം പറഞ്ഞയച്ചിട്ടില്ല, നാം നിയോഗിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിന്റെ ദൂതനാണ്.
എല്ലാ അർത്ഥത്തിലും. അത് മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, മുനാഫിക്കുകൾക്കാവട്ടെ, കപടന്മാർക്കാവട്ടെ, സത്യനിഷേധികൾക്കാവട്ടെ, മൃഗങ്ങൾക്കാവട്ടെ, പക്ഷികൾക്കാവട്ടെ, എല്ലാവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിന്റെ ദൂതൻ തന്നെ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പേര്, നബിയു റഹ്മ, കാരുണ്യത്തിന്റെ ദൂതൻ. അതുപോലെ തന്നെ അതേ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, നബിയു തൗബ, തൗബയുടെ പ്രവാചകൻ. എന്താണ് ഈ തൗബയുടെ പ്രവാചകൻ? പശ്ചാത്താപത്തിന്റെ പ്രവാചകൻ. ലോകത്തെ ഏറ്റവും കൂടുതൽ തൗബയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാചകങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങളിലാണ് വന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ തൗബ ചെയ്യാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ വിളിച്ചു പറഞ്ഞു. തൗബ ചെയ്യാ എന്ന് മാത്രമല്ല, തൗബ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന വാക്കുകൾ, യാ അയ്യുഹന്നാസ് തൂബൂ ഇലല്ലാഹ് വ അന്നി അതൂബു ഫിൽ യൗമി 100 മറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ജനങ്ങളെ നിങ്ങൾ തൗബ ചെയ്യണം, നിങ്ങൾ പശ്ചാത്തപിക്കണം. ഓരോ ദിവസവും ഞാൻ 100 തവണയെങ്കിലും പശ്ചാത്തപിക്കുന്നുണ്ട്. ഇത് പറയുമ്പോൾ ചില ആളുകൾ തെറ്റിദ്ധരിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ 100 പാപങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് നിങ്ങൾ പറയണത്. ഒരിക്കലുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഅസൂമാണ്, തെറ്റുപറ്റാത്ത പ്രകൃതമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ളത്. ഒരിക്കൽ പോലും തെറ്റ് ചെയ്തിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ തെറ്റുപറ്റാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയാണ്, ഞാൻ വരെ 100 തവണ തൗബ ചെയ്യുന്നുണ്ട്. എന്ന പ്രിയപ്പെട്ടവരെ, നമ്മളോ? തൗബയുടെയും ഇസ്തിഗ്ഫാറിന്റെയും വാക്കുകൾ പലപ്പോഴും നമസ്കാരത്തിന് ശേഷം സലാം വീട്ടിയാൽ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, അതിനപ്പുറത്തേക്ക് പോകണല്ലോ. തെറ്റ് ചെയ്യാത്തത് കൊണ്ടാണോ? അല്ല. നമ്മൾ എത്ര തെറ്റ് ചെയ്താലും അതൊന്നും കുഴപ്പമില്ല, അല്ലേ പ്രിയപ്പെട്ടവരെ? നമ്മുടെ മനസ്സിലേക്ക് ശൈത്താനിട്ട് തരുന്ന ഈ ചിന്തകൾ ഒരു പക്ഷേ നമ്മളതിൻ്റെ ഗൗരവം ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല എന്നാ തോന്നുന്നു. ഏത് തെറ്റ് ചെയ്യുമ്പോഴും അതിനെ നിസാരവൽക്കരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളുള്ളത്, അല്ലേ? എന്ത് തെറ്റ് പറയുകയാണെങ്കിലും എന്താ, അതൊക്കെ പാരപ്പ ചെയ്യാത്ത ഇന്നത്തെ സമൂഹത്തിൽ ഇതൊക്കെ ഒരു തെറ്റാ. നമ്മുടെ സമൂഹത്തിനെയാണ് നോക്കുന്നത്, നമ്മുടെ കുടുംബത്തിനെയാണ് നോക്കുന്നത്, നമ്മൾ കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന വാർത്തകളുമാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ നമ്മൾ ആ ചെയ്യുന്ന പ്രവർത്തനം അള്ളാഹു എന്തു പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞിട്ടുണ്ട്? നമ്മുടെ പരലോകത്ത് ആ ഒരു പ്രവർത്തനം നമുക്ക് സ്വർഗം നേടിത്തരുന്നതാകുമോ അതല്ല നരകം നേടിത്തരുന്നതാകുമോ? ഇതൊന്നും നമ്മൾ നോക്കുന്നില്ല, ഇതൊന്നും നമ്മൾ നോക്കുന്നില്ല. അതൊക്കെ പടച്ചും പുറത്തു വരും. ഞാനിപ്പോൾ എന്തായാലും മുസ്ലിം അല്ലേ, അത് പറഞ്ഞിട്ടുണ്ടോ അല്ലാഹ്? നീ മുസ്ലിമായ പിന്നെ എന്തു നിനക്ക് ചെയ്യാന്ന്? മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം പിന്നെയും കാലങ്ങളോളം ജീവിച്ച ആളാ അനസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാണ്, പ്രവാചകന്റെ കാലത്ത് ഞങ്ങൾ വലിയ വലിയ പാപങ്ങളായി, വൻ പാപങ്ങളായി കണ്ടിരുന്ന പലതും കുറച്ചുകൂടി കാലം കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ അവരുടെ മുന്നിൽ ഇങ്ങനെ വരുന്ന ഒരു ഈച്ച പോലെ, അവരുടെ മൂക്കിൽ വന്നിരിക്കുന്ന ഒരു ഈച്ചയുടെ അത്രേ അവർ കാണുന്നുള്ളൂ. ആരുടെ കാര്യത്തിലായി പറയുന്നത്? താബികളുടെ കാര്യത്തിൽ, തബഉ താബികളുടെ കാര്യത്തിൽ അവരങ്ങനെ കണ്ടിരുന്നത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്ന പല തെറ്റുകളും പല തിന്മകളും നമുക്കറിയാം, അത് തെറ്റാണ്, അത് ഹറാമാണ്, അത് നിഷിദ്ധമാണ്, കുറ്റം കിട്ടുന്നതാണ്. എന്നാലും ഈ ഒരു പ്രയോഗത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു ഒഴിവ് കഴിവുണ്ടെങ്കിലോ, അതിന് രക്ഷപ്പെട്ടാലോ എന്നാൽ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്ത് തന്നില്ല എന്ന് വിചാരിക്കും. നമ്മൾ ആരോടാ പരാതി പറയാ? ഇപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമന്റ് ഇടാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ ഒരുപാട് ആളുകളുണ്ടാകും. നല്ല നല്ല വാക്കുകൾ പറയാൻ ആളുണ്ടാകും. പക്ഷെ ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി നാളെ പരലോകത്ത് നമ്മുടെ അടുത്ത് വന്നിട്ട് നമുക്ക് വേണ്ടി അള്ളാഹിനോട് സംസാരിക്കും? നമുക്ക് വേണ്ടി അള്ളാഹിനോട് സംസാരിക്കും? ഉണ്ടാവൂല. അവിടെയാണ് നമ്മൾ സ്വയം പരിശോധിക്കേണ്ടത്. നബിയു തൗബ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി തൗബ ചെയ്തിട്ടുള്ള, തൗബ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചിട്ടുള്ള, ഈ ഉമ്മത്തിൽ ധാരാളമായിട്ട് തൗബ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻഗാമികളാണ് നമ്മളൊക്കെ നബിൻ്റെ ആൾക്കാരാന്നാ പറയണേ. പക്ഷെ നമ്മൾ തൗബ ചെയ്തതെന്നാ? അത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ കഴിഞ്ഞ റമദാനിൽ ചെയ്തു, അതവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ എത്രയോ ദിവസങ്ങളായി, എത്രയോ പാപങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ മുന്നിലിരുന്നു കൊണ്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി, റബ്ബേ
എനിക്ക് പറ്റിപ്പോയി. തെറ്റു പറ്റാത്തവരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞു? ആദമിൻ്റെ എല്ലാ മക്കളും തെറ്റ് ചെയ്യുന്നവരാണ്. കുല്ലു ബനി ആദമിൻ ഖത്താഉൻ, എല്ലാവരും തെറ്റ് പറ്റുന്നവരാണ്. പക്ഷേ അതിൽ തെറ്റ് ബോധ്യപ്പെട്ടിട്ട് അതൊന്ന് മാറി നിൽക്കുക. തെറ്റ് പറ്റി അത് സമ്മതിക്കുക. എന്നിട്ട് അള്ളാഹിനോട് പറയുക ബെഞ്ഞുണ്ടാവില്ല. എന്നിട്ട് പൂർണ്ണമായി അതൊന്ന് വിട്ടേക്കുക. ഇതന്നെ പ്രിയപ്പെട്ടവരെ തൗബയുടെ നിബന്ധന. ഈ ഉമ്മത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. മുൻപ് കഴിഞ്ഞുപോയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു തെറ്റ് ചെയ്താൽ അവർ തൗബ ചെയ്താൽ തന്നെ പരലോകത്ത് അവർ രക്ഷപ്പെടും. പക്ഷെ ഇഹലോകത്ത് അവർക്ക് ശിക്ഷ ഉണ്ടായിരുന്നു. ഇഹലോകത്ത് അവർക്ക് ശിക്ഷ ഉണ്ടായിരുന്നു. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഖൗമ് സാമിരി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് ആ കാളക്കുട്ടിയെ ആരാധിച്ചു. പിന്നീട് അവർക്ക് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തേക്കുള്ള തെറ്റുകൾ അവർക്ക്, അല്ലെങ്കിൽ പരലോകത്തുള്ള ശിക്ഷ ഒഴിവാക്കി കൊടുത്തു. ദുനിയാവിലോ അവരോട് എന്താ പറഞ്ഞു? ദുനിയാവിൽ എന്താ അവരോട് പറഞ്ഞ്? അവരെ ഒരു ഇരുട്ടുള്ള മുറിയിലേക്ക് കടത്താനും പൂർണ്ണമായ ഇരുട്ടിൽ എല്ലാവരും ആയുധങ്ങൾ കയ്യിൽ പിടിച്ചുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊലപ്പെടുത്തണം എന്നാ പറഞ്ഞു. കാരണം ഈ ദുനിയാവിൽ അവർ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. പക്ഷേ ഈ ഉമ്മത്തിനോ, നമ്മൾ ഉൾക്കൊള്ളുന്ന ഈ സമൂഹത്തിലോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് ഒരു തെറ്റു പറ്റിയാൽ അത് തെറ്റ് സമ്മതിച്ചു, അത് തൗബ ചെയ്യുക. അതാ പറഞ്ഞിട്ടുള്ളത്. ചില വളരെ ചെറിയ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ രൂപത്തിലുള്ള തെറ്റുകൾക്ക് മാത്രമാണ് ഈ ദുനിയാവിൽ തന്നെ ശിക്ഷ പറഞ്ഞിട്ടുള്ളൂ. കള്ളുകുടിയും വ്യഭിചാരം പോലുള്ള കാര്യങ്ങൾക്ക്, അതുപോലെ തന്നെ കൊലപാതകം പോലുള്ള കാര്യങ്ങൾക്ക്. ബാക്കി എല്ലാത്തിനുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയു തൗബ എന്ന ആ ഒരു പേര് അന്വർത്ഥമാക്കുന്നതാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 9ാമത്തെ പേരാണ് നബിയുൽ മൽഹമ എന്ന് പറയുന്ന പേര്. മൽഹമ എന്ന് പറഞ്ഞാൽ യുദ്ധം എന്നാണ്. യുദ്ധത്തിന്റെ പ്രവാചകൻ. യുദ്ധത്തിന്റെ പ്രവാചകൻ. നമ്മൾ നേരത്തെ പറഞ്ഞു നബിയു തൗബ, നബിയു റഹ്മ, കാരുണ്യത്തിന്റെ പ്രവാചകൻ. അതെങ്ങനെ ശരിയാകും? കാരുണ്യത്തിന്റെ പ്രവാചകനും യുദ്ധത്തിന്റെ പ്രവാചകനും ഇതെങ്ങനെ യോജിക്കും? ഒരു പക്ഷേ സംശയം വരാം. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾ അവരുടെ പ്രവാചകന്മാരെ അംഗീകരിക്കാതിരുന്നാൽ അവർക്ക് മുഴുവനായിക്കൊണ്ടാണ് അള്ളാഹുവിന്റെ ശിക്ഷകൾ കടന്നു വന്നിട്ടുള്ളത്. അവരെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുന്ന രൂപത്തിൽ, വെള്ളപ്പൊക്കത്തിന്റെ രൂപത്തിൽ, അല്ലെങ്കിൽ ഇടിനാദത്തിന്റെ രൂപത്തിൽ, അതല്ലെങ്കിൽ കാറ്റ് ആയിക്കൊണ്ട്, അല്ലെങ്കിൽ ഭൂകമ്പമായിക്കൊണ്ട് ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞുകൊണ്ട് പല രൂപത്തിലും വന്നു. എന്നാൽ ഈ ഒരു സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരെ ഇറങ്ങും. അവർക്ക് ബോധ്യപ്പെടാൻ വേണ്ടി അവർക്കെതിരെ യുദ്ധം ചെയ്യും. അതവരെ കൊല്ലാനുള്ള പൂതിയും കൊണ്ടല്ല. ഓരോ നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം അനുസരിക്കുന്നില്ലെങ്കിൽ മാത്രം അവരുടെ കാര്യത്തിൽ യുദ്ധം ചെയ്യും. അപ്പോഴും അവർക്ക് ബോധ്യപ്പെട്ടാൽ തിരുത്താം, അവർക്ക് മാറി നിൽക്കാം. യുദ്ധം ചെയ്യുന്ന ആളുകളുടെ വിഷയത്തിൽ മാത്രമായി യുദ്ധം ചെയ്യാൻ വേണ്ടി വരെ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ 10ാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പേരാണ് അൽ ഖാസിം, വീതം വെക്കുന്നവൻ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരായും അതുപോലെ തന്നെ അബുൽ ഖാസിം നബിയുടെ ഒരു കുന്നിയത്തായിട്ടും പറയും. കുന്നിയത്ത് എന്ന് പറഞ്ഞാൽ മക്കളിലേക്കോ അല്ലെങ്കിൽ വാപ്പയിലേക്കോ ചേർത്ത് വെച്ച് പറയും. അബുൽ ഖാസിം, ഖാസിമിന്റെ വാപ്പ, ആ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ട്. ഇബ്നു ഉമർ, ഉമറിന്റെ വാപ്പ എന്ന പേരിൽ, ഉമറിന്റെ മകൻ എന്ന പേരിൽ, ആ രൂപത്തിൽ അബ് അല്ലെങ്കിൽ ഇബിൻ എന്ന് പറയുന്ന ഇതിനാണ് കുന്നിയത്ത് എന്ന് പറയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പേരാണ് ഖാസിം എന്നുള്ളത്. നബിയുടെ ഒരു മകന്റെ പേര് ഖാസിം എന്നുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാസിം എന്നും അബുൽ ഖാസിം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞതൊക്കെ നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകൾ പഠിക്കുക എന്ന നിലക്ക് മാത്രമല്ല, എത്രത്തോളം ഉന്നതമായ പേരിൻ്റെ ഉടമസ്ഥനാണ് നമ്മുടെ നേതാവ് അത് ബോധ്യപ്പെടുന്നതോടൊപ്പം ആ റസൂലിൻ്റെ ചരിത്രങ്ങൾ കൃത്യമായി മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ശ്വാസങ്ങളിലും ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിച്ചുകൊണ്ട്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചുകൊണ്ട്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ പിന്തുടർന്ന് ജീവിക്കാൻ ഞാനും നിങ്ങൾ പരിശ്രമിക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ടും
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു ഇന്ത്യക്കാരൻ എന്ന നിലക്ക് ഏറെ സന്തോഷമുള്ള ഒരു ദിവസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഒരു പക്ഷേ വിശദീകരണം ആവശ്യമില്ലാത്ത വിധം നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ഏകദേശം 79 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ചതെങ്കിൽ സ്വാതന്ത്ര്യം എത്രത്തോളം വലിയ ഒരു അനുഗ്രഹമാണെന്ന് പല രാജ്യങ്ങളുടെ അവസ്ഥയും കാണുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. എന്താണ് ശരിക്കും സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആഗ്രഹിക്കുന്നത് കഴിക്കാൻ, ഇഷ്ടമുള്ളത് കഴിക്കാനും ധരിക്കാനും പറയാനും അനുഷ്ഠിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വലിയ ഒരു ഭാഗ്യം ഈ രാജ്യത്ത് താമസിക്കുന്ന നമുക്കുണ്ട്. എന്നാൽ നമ്മൾ മറ്റു പല രാജ്യങ്ങളെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പല നിയമങ്ങളും അടിച്ചേൽപ്പിക്കുന്ന ഘട്ടങ്ങളാണ് ഉണ്ടാവാറുള്ളത്. അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് നമ്മുടെ രാജ്യം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു രാജ്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായും ഒരു വിശ്വാസി എന്ന നിലക്ക്, ഒരു ഭാരതീയൻ, ഒരു ഇന്ത്യക്കാരൻ എന്ന നിലക്ക് നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് കേവലം ഒരു ഫ്ലാഗ് കൈപിടിച്ച് നടക്കുക എന്നുള്ളതല്ല, ഏതെങ്കിലും ഒരു സ്റ്റാറ്റസ് വെക്കുക എന്നുള്ളതല്ല, എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ എന്ന് പറയൽ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഈ രാജ്യത്തോട് നമുക്ക് ചില കടപ്പാടുകളുണ്ട്. അതിലേറ്റവും പ്രധാനം ഈ രാജ്യത്തെ നമ്മൾ സ്നേഹിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഈ രാജ്യത്തെ സ്നേഹിക്കണം. കാരണം നമ്മൾ ജനിച്ച് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ രാജ്യം വലിയ സന്തോഷത്തോടു കൂടി, സമാധാനത്തോടു കൂടി ഒരു പരിധി വരെ നമ്മളിവിടെ ജീവിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറെ വിഷമകരമായ ഒരു കാര്യം ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച് ജീവിച്ചു വളർന്ന ആ മക്കയിൽ നിന്നും നബി പുറത്താക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോഴാണ് നബി ഏറെ ബേജാറായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നാമത്തെ വഹ്യ് ഇറങ്ങി, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന ആയത്ത് അതിറങ്ങി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വന്നപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ തൻ്റെ കുടുംബക്കാരനായ വറഖത്ത് ഇബ്നു നൗഫലിൻ്റെ അടുക്കലേക്ക് പ്രവാചകനെ കൊണ്ടുപോയി. ക്രിസ്തു മതത്തെക്കുറിച്ച് വലിയ അവഗാഹമുള്ള ആളായിരുന്നു വറഖ. ഈ വറഖയുടെ അടുക്കൽ പോയി ഉണ്ടായ സംഭവങ്ങൾ പറഞ്ഞപ്പോൾ വറഖത്ത് ഇബ്നു നൗഫൽ പറയുന്നുണ്ട്, തീർച്ചയായും അത് മോശ പ്രവാചകന്റെ അടുക്കിലേക്ക് വന്ന നാമൂസാണ്, ആ ഒരു മലക്കാണ്. എന്നിട്ട് കുറേ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വറഖ പറഞ്ഞു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെല്ലാം കേട്ടു. പക്ഷേ ഒരു വിഷയം എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സംശയം ചോദിക്കുന്നുണ്ട് വറഖനോട്. 3 കാര്യങ്ങളാണ് പ്രധാനമായിക്കൊണ്ടും വറഖയുടെ സംസാരത്തിൽ വന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ അള്ളാഹു തെരഞ്ഞെടുത്ത ഒരു പ്രവാചകനാണ്. നിങ്ങൾ ഈ പ്രബോധനം ചെയ്യുമ്പോൾ നിങ്ങളുടെ ആളുകൾ നിങ്ങളെ കളവാക്കും. ആരോടായി പറയണത്? അൽ അമീൻ എന്ന ആ ജനങ്ങൾ വിളിക്കുന്നുണ്ട്. വിശ്വസ്തൻ, സത്യസന്ധൻ എന്ന് പറയുന്ന ആ പ്രവാചകനെ കളവ് പറയുന്നവൻ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പ്രതികരിച്ചില്ല. വീണ്ടും പറഞ്ഞു, അവർ നിങ്ങളെ പീഡിപ്പിക്കും, നിങ്ങളെ ഒരുപാട് ഉപദ്രവിക്കും, നിങ്ങൾ പറഞ്ഞ വിശ്വാസത്തിൻ്റെ പേരിൽ, വാദത്തിൻ്റെ പേരിൽ നിങ്ങൾ ഒരുപാട് അനുഭവിക്കേണ്ടി വരും. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറഞ്ഞില്ല. മൂന്നാമതായിക്കൊണ്ട് വീണ്ടും വറഖ പറയാണ്, നിങ്ങളെ നിങ്ങളുടെ നാട്ടുകാർ പുറത്താക്കും, ഈ നാട്ടിൽ നിങ്ങളെ പുറത്താക്കും. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്നാ ഹദീസിൽ കാണാൻ പറ്റും, എന്നെ പുറത്താക്കി? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയൂല. ആ നാടിൻ്റെ എല്ലാമായിട്ട് കണ്ണിലുണ്ണിയായി ജീവിച്ച ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള ആ നാട്ടിൽ നിന്ന് എന്നെ പുറത്താക്കുന്ന പറയണം. ആ സമയത്ത് വറഖ പറയുന്നൊരു മറുപടി ഉണ്ട്. ഈ വാദവുമായിട്ട് ആരെല്ലാം കടന്നു വന്നിട്ടുണ്ടോ ഓരെല്ലാവരെയും ആ സമൂഹം പുറത്താക്കിയിട്ടുണ്ട്. അത് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലാകുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഖുർആനിൻ്റെ ആയത്തുകൾ പരിശോധിക്കുമ്പോഴെല്ലാം പല പ്രവാചകന്മാരും ഇസ്ലാമിക പ്രബോധനം തുടങ്ങുന്ന സമയത്തെല്ലാം അവർ പറയുന്ന വാചകമുണ്ട്. അവരുടെ എതിരാളികളായ ആളുകൾ പറയുന്ന വാചകം എന്താണെന്നറിയോ? ഞങ്ങൾ ഇവിടുന്ന് നിങ്ങളെ പുറത്താക്കും, ഞങ്ങൾ ഇവിടുന്ന് പുറത്താക്കും. അവരാരും അത് കേട്ട് പേടിച്ചിട്ടില്ല. ഇത് പറയുന്നത് പ്രിയപ്പെട്ടവരെ, നമ്മളൊരു ഇന്ത്യക്കാരനാണ് എന്നുള്ളത് വ്യക്തമായ ബോധ്യത്തോടു കൂടി നമ്മൾ ജീവിക്കണം.
നമ്മുടെ നാടാണ്, നമ്മുടെ രാജ്യമാണ്. ചില ആളുകളൊക്കെ പുറത്താക്കണം എന്ന് പറയുമ്പോഴേക്ക് വേഗം പെട്ടിയും പ്രമാണം എടുത്ത് പോകാൻ വേണ്ടി നിൽക്കല്ല വേണ്ടത്. അതാണ് ഒരു മുസ്ലിം എന്ന നിലക്ക് ഈ രാജ്യത്തെ സ്നേഹിക്കുന്നതോടൊപ്പം ഈ രാജ്യത്തെ കൊള്ളയടിക്കുന്ന കൊള്ളക്കാർക്കെതിരെ നിലകൊള്ളേണ്ടത് ഒരു മുസ്ലിമിൻ്റെ കടമയാണ്. ഇപ്പോഴും ചരിത്രം നമ്മൾ പഠിച്ചിട്ടില്ല, ഇപ്പോഴും ചരിത്രം നമുക്കറിയൂല. ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് കുട്ടികളുമായി സംവദിക്കുന്ന സമയത്ത് ആ കുട്ടികളോട് ചോദിച്ചു, ഗാന്ധിജിയെ കൊലപ്പെടുത്തിയതാരാണ്? അതിൽ 8ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ പഠിക്കുന്ന കുട്ടികളുണ്ട്. ഒരാൾക്ക് പോലും ആ പേര് പറയാൻ കഴിഞ്ഞില്ല. നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന ആ ഒരു പേര്. ഞാനിത് ഇത്ര വൈകാരികമായിട്ട് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇതിനൊന്നും ഒരു പ്രാധാന്യം കൊടുക്കണില്ല. അവർക്ക് സൂംബ മതി, അവർക്ക് ചാടിക്കളി മതി, അവർക്ക് കുട്ടികൾ എൻജോയ് ചെയ്താൽ മതി. പക്ഷേ ഈ രാജ്യത്തിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കണം, നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. കാരണം ചരിത്രങ്ങളിലൂടെ മാത്രമേ വർത്തമാനങ്ങൾ മാറ്റം വരുത്തുവാനും നമ്മുടെ ഭാവിയിലേക്ക് നമുക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടുപോകാനും കഴിയുള്ളൂ. അത് ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മുടെ വാപ്പയും വാപ്പാന്റെ വാപ്പയും ആരുമൊക്കെയാണ് ഈ രാജ്യത്തിന് വേണ്ടി ഷഹീദായിട്ടുള്ളത്, ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷികളായിട്ടുള്ളത്. അവിടെ എന്തെല്ലാം ചർച്ചകൾ വരുമ്പോഴും ഇപ്പതാ കഴിഞ്ഞ ഒരാഴ്ചയായി ഈ രാജ്യം മുഴുക്കെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളുണ്ട്. വോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കൊള്ളയടിക്കപ്പെട്ട വോട്ടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്. എന്നാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഇരിക്കുന്ന ഓരോരുത്തരോടും ചോദിക്കട്ടെ, ഈ വാർത്തകളൊക്കെ കേട്ടിട്ട് അത് കേട്ടിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഈ രാജ്യത്തോട് നമുക്ക് കടപ്പാടില്ലേ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരന് മാത്രമാണോ കടപ്പാടുള്ളത്? ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൻ്റെ താല്പര്യമുള്ള ആളുകൾക്ക് മാത്രമാണ് കടപ്പാടുള്ളത്? നമുക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അത് വ്യക്തമായ ബോധ്യത്തോടുകൂടി ഒരു തെറ്റ് ഈ നാടിനെ കൊള്ളയടിക്കാൻ ആളുകൾ പരിശ്രമിക്കുമ്പോൾ അവരുടെ കൈപിടിക്കുന്ന ആളുകളാവാൻ നമ്മൾ റെഡിയാവണം. കൈപിടിക്കുന്നവരുടെ കൂടെ നിൽക്കാൻ നമ്മൾ റെഡിയാവണം. അതല്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ രാജ്യത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ രാജ്യത്തിൻ്റെ ആളാണെന്ന് പറയുന്നത്? ചെറുപ്പത്തിൽ നമ്മൾ കൈവച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ എൻ്റെ രാജ്യമാണെന്ന്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണെന്ന്. അത് കേവലം നാവ് കൊണ്ട് പറഞ്ഞതല്ല, കൽബ് കൊണ്ട് പറഞ്ഞതാ ഓരോ മുസ്ലിമും. എങ്കിൽ അതനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണം. ഈ രാജ്യത്തിന് വേണ്ടിയും നമ്മുടെ ചില സമയങ്ങൾ മാറ്റി വെക്കേണ്ടതുണ്ട്. എല്ലാം എൻ്റെ മക്കൾക്ക്, എൻ്റെ കുട്ടികൾക്ക് എന്ന് പറയല്ല. അതിനപ്പുറത്തേക്ക് ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവണം. ഈ രാജ്യത്തിന് എതിര് നിൽക്കുന്ന രാജ്യദ്രോഹികളായി നമ്മൾ മാറാനും പാടില്ല. തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ പാടില്ല. അതൊരു മുസ്ലിമിന് യോജിക്കുന്നതല്ല. എല്ലാ അർത്ഥത്തിലും ഈ രാജ്യം അള്ളാഹു നമുക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹം, സ്വാതന്ത്ര്യം എന്നുള്ള വലിയൊരു അനുഗ്രഹം നമുക്ക് കിട്ടുമ്പോൾ ആ അനുഗ്രഹങ്ങളിലൂടെ യഥാർത്ഥ ഇസ്ലാമിനെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്കൊരു അവസരം കൂടിയാണ്. ഒരു പക്ഷേ മറ്റു പല രാജ്യങ്ങളിലും ഇങ്ങനെ പ്രബോധനം ചെയ്യാൻ പോലും കഴിയൂല. ഒരുപാട് നിബന്ധനകൾ ഉണ്ടാകും. എന്നാൽ നമ്മുടെ രാജ്യത്ത് സ്വസ്ഥമായി ഒരാളുടെ മുന്നിൽ പോയിക്കൊണ്ട് ഞാൻ ഉൾക്കൊള്ളുന്ന വിശ്വാസം ഇന്നതാണ്, നിങ്ങൾ ഈ വിശ്വാസത്തിൻ്റെ ആളാവണം കേട്ടോ, ഖുർആനിൻ്റെ പരിഭാഷ കൊടുത്ത് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന പുസ്തകങ്ങൾ കൊടുത്ത് അവരെ നമുക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും. അതൊക്കെ നമ്മുടെ രാജ്യം നമുക്ക് നൽകുന്ന വലിയ അംഗീകാരങ്ങളും സ്വാതന്ത്ര്യങ്ങളുമാണെങ്കിൽ അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മെ ഇവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത് യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ برحمتك يا أرحم الراحمين والحمد لله رب العالمين.